നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് നമ്മുടെ ചെറുക്കനെ എടുത്തോണ്ട് ഒരു കല്യാണോട്ടം പോകാൻ രാവിലത്തെ പ്രകൃതി രമണീയത്തേക്ക് ആസ്വദിച്ച് ആദ്യം പോയത് പെട്രോൾ പമ്പിലേക്കാണ്. 3000 ഡീസൽ അടിച്ച് ഹൈവേയിൽ കാത്തു നിന്നപ്പോൾ നന്ദുവിന്റെ സീക്കയും കൊണ്ട് റോണി സാർ എത്തി. കൃത്യം രാവിലെ 8 മണിക്ക് വണ്ടി കൊടുക്കണമെന്നാണ് നമുക്ക് ഓട്ടം തന്ന പയ്യൻ പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ 7:30 മുതലേ അവനെ വിളിക്കുന്നതാണ്, പക്ഷെ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. കൃത്യം 8 മണിക്ക് നമ്മൾ അവൻ പറഞ്ഞ സ്ഥലത്ത് വണ്ടി കൊടുത്തു. ഓട്ടം ക്യാൻസൽ ആയതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. വർഷത്തെ ഒരുക്കി കുളിക്കുന്ന ബാപ്പു സാർ കുളിച്ചിട്ടാണ് ഇന്ന് വന്നത്. ഇഡലിയെ മാത്രം പ്രണയിച്ച് റോണി സാറിന് ഇഡലി കിട്ടാത്തതിന്റെ വിഷമത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഓട്ടം തന്ന പയ്യൻ വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് നേരെ ഫ്രണ്ടിലോട്ട് വരാൻ വണ്ടിയും കൊണ്ട് എത്തിയപ്പോഴേക്കും കല്യാണത്തിന് പോകുന്ന ആൾക്കാരെല്ലാം വന്ന് വണ്ടിയിൽ ചാടി കയറുന്നുണ്ട്. റോണി സാറും ഞാനും കൂടെ ഇഡലിയുടെ തള്ളു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് ഓട്ടം തന്ന പയ്യൻ ഡോൺലിയുടെ വണ്ടിയും കൊണ്ട് വരുന്നു. നമ്മളെടുത്ത് 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് അവ 8 മണിക്ക് എഴിച്ചിട്ട് പോലും ഇല്ലായിരുന്നുള്ള നഗ്ന സത്യം നമ്മൾ പിന്നെയാണ് അറിഞ്ഞത്. ഇന്നലെ കുടിച്ച് തേയില വെള്ളത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയതാണെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെ മുഹൂർത്തത്തിന് സമയമായപ്പോൾ ആൾക്കാരും കേട്ട് നമ്മൾ 2 വണ്ടിയും കൂടെ ഒരുമിച്ച് നേരെ പോകുന്നത് ശർക്കര ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടുകാരന്മാരായ ഒരുപാട് ബസ്സുകൾ നമ്മൾ കണ്ടു. നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കല്യാണ പയ്യന്റെ വണ്ടി ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് അത് ഊട് വഴി കൂടെയാണ് റൂണി സാർ സീക്കയും കൊണ്ട് നമ്മളെ വിളിച്ചോണ്ട് പോയത്. ഊട് വഴികളിലൂടെയാണ് റൂണി സാർ നമ്മളെ കൊണ്ടുപോയതെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ശർക്കര ക്ഷേത്രത്തിൽ തന്നെ എത്തി. റോഡിൽ മൊത്തം ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് പാർക്കിങ്ങിന്റെ അവിടെ പോയപ്പോൾ പാർക്കിംഗ് മൊത്തം ഫുള്ളായി. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പാർക്കിങ്ങിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ആൾക്കാരെല്ലാം കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറക്കി വിട്ടു. ഒരു മരത്തിന്റെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. 2 വണ്ടികളും കിട്ടിയ ഗ്യാപ്പിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ടൈം ആവാതെ വാതിൽ തുറക്കില്ലെന്ന് പറഞ്ഞ് 2 കടകൾ കച്ചനും വാതിൽ കൂട്ടി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബാപ്പു സാർ ഞാനല്ലാതെ വേറെ ഒരു അകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ നിന്നു. അങ്ങനെ ആരോഗ്യ തള്ളിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിന്റെ അകത്ത് സദ്യ കഴിച്ച് വയറിന്റെ അപ്പേക്ക് വണ്ടി എടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു പയ്യൻ നമ്മളെ വണ്ടിയുടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്നു. അവന്റെ സൈക്കിൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിലൊക്കെ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ സന്തോഷത്തിൽ പങ്കുപറ്റിയിട്ട് നമ്മുടെ വണ്ടിയിൽ ആൾക്കാരെല്ലാം കയറിയപ്പോൾ നമ്മൾ അവരെ എവിടെ നിന്ന് എടുത്തോ അവിടെ തിരിച്ചുകൊണ്ടിടാൻ പോവുകയാണ്. ഞാൻ എന്റെ ഷൂട്ടർമണിയെ വിളിക്കുമ്പോൾ കളിയാക്കാൻ വരുന്ന അപ്പു സാർ ഇവിടെ നിന്ന് ഏതൊക്കെ പെമ്പിള്ളരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. കൃത്യം 2:45 നമ്മുടെ ആൾക്കാരെ കല്യാണ വീട്ടിൽ കൊണ്ട് ആൾക്കാരെല്ലാം കല്യാണ വീട്ടിൽ തിരിച്ചിറക്കിയിട്ട് ഷെഡിൽ പോകുന്ന വഴിക്കാണ് അപ്പു സാർ ആ ആഗ്രഹം പറഞ്ഞു. ഏതോ ഒരു മാമന്റെ വീടിന്റെ ഫ്രണ്ടിൽ കടലാസ് പൂക്കൾ പൂത്തു നിൽക്കുന്നത് കുറെ ദിവസം കൊണ്ട് സ്പോട്ട് ചെയ്തത്. ആ പൂക്കളുടെ ആംബിയൻസിൽ അവൻ വണ്ടിയുടെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ഷെഡിലെത്തി.